ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഭയങ്കര കംഫോർട്ട്. നമ്മൾ പക്ഷേ വണ്ടിയിൽ കുറച്ചുകൂടി ബാക്കിലോട്ട് കൂടെ നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് സീറ്റിൻ്റെ കുറച്ചുകൂടി ബാക്കിലോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഫീലെന്ന് പറഞ്ഞാൽ ലെവൽ ഫീലാണ്. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇതിപ്പം ഒരു ചെറിയൊരു വീഡിയോ, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ഇപ്പം എൻ്റെ ഹാൻഡിൽസ് അണ്ടർയോക്ക് ചെയ്തിട്ടുണ്ട്. അണ്ടർയോക്ക് മീൻസ് നമ്മൾ ആ ഹാൻഡിൽ, മേളിലിരിക്കുന്ന ഹാൻഡിൽ ഈ അപ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ വരും. അതാണ് അണ്ടർയോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡുക്കാറ്റിയിലൊക്കെ ഇങ്ങനത്തെ സെയിം അത് കാരണം ഞാൻ 2018-19 ആ ടൈമിൽ ഈ സ്റ്റോക്ക് ഹാൻഡിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കസ്റ്റം ഹാൻഡിലാണല്ലോ. അപ്പോൾ ഈ സ്റ്റോക്ക് ഹാൻഡിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ഇവിടെ വരും, ഹാൻഡിലിൻ്റെ താഴത്തെ പീസിൽ നിന്ന് നല്ല താന്ന് വരും, ഹാൻഡിൽ ഇവിടെ വരും. അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പക്കയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തന്നെ ആ എൻഡും എല്ലാം വരുന്നുണ്ട്. അപ്പം റൈഡിങ് ഫീല് പക്കയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ കിട്ടില്ല. നമുക്കിതിൽ വയ്ക്കുമ്പോൾ ഓരോരോ സീന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടൈറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് വണ്ടി ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ആ ക്ലാമ്പും ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു പട്ടയോ എങ്ങനെ ചെറിയ സാധനങ്ങളെല്ലാം വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓക്കെയാണ്. പിന്നീട് ഇതിൽ കാണിക്കാൻ നിങ്ങൾക്ക് വേറെ സാധനം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3NDയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഒരു ഡെമോ അല്ല, നമ്മളെ ഈ ക്യാൻ ഞാൻ ഈ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓവർ ഹീറ്റ് കാരണം അത് ഞാൻ മാറ്റേണ്ടി വന്നു. അപ്പം അത് ഞാൻ ചുമ്മാ എടുത്തതിൽ വെച്ച് നോക്കി. സംഭവം വെച്ചാൽ ഇത് ഡെമോയാണ്. നമുക്ക് ഈ ക്ലാമ്പെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പം ഈ ക്യാൻ ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? രണ്ട് ടിൻ പൊളി. അപ്പം ഈ അണ്ടർയോക്ക് കൂടെ ചെയ്തിട്ട് ഇത് വയ്ക്കുമ്പം കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം രണ്ടും ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. വേറെ സീനൊന്നുമില്ല, എല്ലാം പക്കയാണ്. അപ്പം ഇത് വണ്ടി ഇനി കുറച്ച് എടുത്ത് ഓട്ടിക്കണമെന്നുണ്ട്. പക്ഷേ ഇൻഷുറൻസും കാര്യങ്ങളും തീർന്നിരിക്കുന്നുണ്ടും എക്സോസ്റ്റ് ഉള്ളതുകൊണ്ടും ഇപ്പോൾ റോഡിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ സീന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് എക്സോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി റോഡിൽ ഇറക്കുന്നില്ല. ഇതിൻ്റെ സീനൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഇൻഷുറൻസൊക്കെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് റോഡിൽ ഇറക്കിയൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. റൈഡിങ് ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിരുന്ന് ഓട്ടിക്കാൻ നേരത്ത്, അതായത് ഞാൻ കയറിയിരുന്ന് ജസ്റ്റ് നോക്കിയപ്പം അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഭയങ്കര കംഫോർട്ട്. നമ്മൾ പക്ഷേ വണ്ടിയിൽ കുറച്ചുകൂടി ബാക്കിലോട്ട് കൂടെ നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് സീറ്റിൻ്റെ കുറച്ചുകൂടി ബാക്കിലോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഫീലെന്ന് പറഞ്ഞാൽ ലെവൽ ഫീലാണ്. അപ്പം ഇത് ഞാൻ ചെയ്യണേ അങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു വാഷർ പോലത്തെ സംഭവവും പിന്നെ ഒരു നീളം കൂടിയ ഒരു ബോൾട്ടുമാണ്. അപ്പം ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആദ്യം ഈ 2 ഹാൻഡിൽ ഊരിയെടുക്കുക, അപ്പർ പ്ലേറ്റ് ഊരിയെടുക്കുക, എന്നിട്ട് ഈ ഹാൻഡിൽ 2 സൈഡും വയ്ക്കുക, ഇത് താഴെ ഇറക്കുക. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഈ കസ്റ്റം മെയ്ഡ് ഹാൻഡിലൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ പേര് തന്നെ എൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഇടയിൽ കുറേ ബുഷസ് വരും. അപ്പം ആ ബുഷ് ഇപ്പോൾ കാണിച്ചു തരാൻ ഒരു റിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും കറക്റ്റായിട്ട് സാധനം. ഇത്രയുള്ള ഒരു ചെറിയ റൗണ്ട് സാധനമാണ്. അതിപ്പം വേറെ പീസ് ഇവിടെ കാണിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ്ട ഇങ്ങനെ കട്ട് വരുന്ന ഈ സാധനം യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹാൻഡിൽ വേറെ ചെറിയ വണ്ടികളിൽ, അതായത് ഈ 4 സൈസ് സ്റ്റെം സൈസ് കുറഞ്ഞ വണ്ടികളിൽ നമുക്ക് കയറ്റി വെച്ചിട്ട് ഇറങ്ങിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇത് പല തിക്നെസ്സിൽ പറഞ്ഞുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും വലിയ തിക്നെസ് ഉള്ള സാധനമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഇടുക, ഇങ്ങനെ അപ്പർ പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. പിന്നെ ഇവിടുത്തെ നെറ്റ് നമുക്ക് വരുന്ന ബോൾട്ട് ചെറുതാണ് വരണം. അപ്പോൾ നമ്മൾ അതിന് പകരം നീളം കൂടിയത് എടുത്തിടണം. നീളം കൂടിയത് ഇടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹോൾഡ് ആവും. വേറെ സീനൊന്നുമില്ല, പക്കറ്റായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ്. കാരണം ഓരോ അപ്ഡേഷനും നിങ്ങളെ കാണിക്കുക എന്നതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ചെയ്യണതാണ്. പിന്നെ ഇതിൻ്റെ അണ്ടർ ബെല്ലി ഞാൻ ഇത് മാറ്റിയിട്ട് V3യുടെ കയറ്റമുള്ള പ്ലാൻ നിങ്ങളത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം ഞാൻ ആലോചിക്കുന്നത് RSൻ്റെ കയറ്റാണ്. കാരണം RSൻ്റെ ആകുമ്പം കറക്റ്റ് നമ്മൾ V4നെ പോലെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഗൈസ്, എക്സോസ്റ്റിൻ്റെ സീന്, നമ്മൾ എക്സോസ്റ്റിൻ്റെ വീഡിയോസിന് കുറച്ച് ദിവസം ഇടായിരിക്കും നമുക്ക് നല്ലത്. ഇത് ഇപ്പോഴത്തെ സീന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം നമ്മളായിട്ട് വെറുതെ പണി വാങ്ങിച്ച് വെക്കേണ്ട. അതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ആ വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് പരിഗണിക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ഗൈസ്.